സ്ട്രെസ് ഉണ്ടാകുന്നു, ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നു, സൈക്കോളജിസ്റ്റുകളെ കാണുന്നു. അതൊക്കെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുണ്ട്. അതായത് ഇന്നിപ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണുന്നു, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നു, വലിയ മഹാപരാധമൊന്നുമല്ല. കാരണം എന്താ, ശരീരത്തിന് രോഗം വരുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിനും രോഗങ്ങൾ വരും, ക്ലേശങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പ്രോപ്പറായിട്ട് ചികിത്സിക്കണം. അതല്ലേ മച്ചുവറായിട്ടുള്ള സമൂഹം ചെയ്യേണ്ടത്. പക്ഷെ ഈശോ അന്നേ പറഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടോ? അതാണ് ഈശോ എന്ന മാസ്റ്ററിന്റെ ഗുണം, ഈശോ എന്ന ഗുരുവിന്റെ ഗുണം. സൈക്കോളജിക്കൽ അത്തരം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആളുകൾ ഉപയോഗിക്കുന്ന കാറ്റഗറീസ് കർത്താവ് അന്നേ പറഞ്ഞു വെച്ചിരിക്കുക. ആകുല ചിത്തരാകേണ്ട, ഡോണ്ട് ബി വെറീഡ്, സ്ട്രെസ്ഡ് ഔട്ട് ആകാതെ, ടെൻഷൻ അടിക്കാതെ. ടെൻഷനൊക്കെ കർത്താവ് അന്നേ പറഞ്ഞിരിക്കുക. ആകുല ചിത്തരാകേണ്ട. ഈ ലോക ജനതയാണ് അതൊക്കെ അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. അതായത് നിനക്ക് എന്താ വേണ്ടതെന്ന് നിന്റെ അപ്പായിക്ക് അറിയാം. അങ്ങനെ അറിയാവുന്ന സ്നേഹനിധിയായ, ശക്തനായ, ദ ഓൾ പവർഫുൾ, ദ മൈറ്റി വൺ, അധികാരമുള്ള ഒരപ്പ ഉള്ളപ്പോ ഇനി നിനക്ക് എന്തിനാടാ ടെൻഷൻ? ശരിക്കും നമ്മൾ അങ്ങനെ നമ്മളോട് തന്നെ പറയണം.